നിങ്ങൾ ഇത്രയും കൂടെ ഒന്ന് പുറകോട്ട് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ അതും നടന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം ഇന്നലെ തന്റെ നിയോജക മണ്ഡലമായ പാലക്കാട്ട് കണ്ണാടി ഗ്രാമപഞ്ചായത്ത്, CPM ഭരിക്കുന്ന കണ്ണാടി ഗ്രാമപഞ്ചായത്ത്, ആ കണ്ണാടി ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന്റെ സ്ഥാനാർത്ഥികളെ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നിങ്ങൾ എന്നെടുത്ത് ശ്രദ്ധിക്കുക. ഈ വാർത്തകൾ തുടങ്ങുന്നത് തന്നെ മാധ്യമങ്ങൾ ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് വേദിയിൽ. എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? ഇവർക്ക് എന്താണ് ഇത്ര കഴപ്പ്? ഇവർക്ക് എന്താണ് ഇത്ര കരച്ചില്? ഇവർക്ക് എന്താണ് ഇത്ര അസ്വസ്ഥത? എന്തിനാണ് ഇവർ ഇങ്ങനെ രോഷം പ്രകടിപ്പിക്കുന്നത്? രാഹുൽ കോൺഗ്രസ് വേദിയിലെത്തിയാൽ ഇവർക്ക് എന്താണ് ഇത്ര പ്രശ്നം? ആരാണ് ഇവരാരാണ്? ഇവരാണോ കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഈ പറയുന്ന റിപ്പോർട്ടറും, ഈ പറയുന്ന ന്യൂസ് മലയാളവും, ഈ പറയുന്ന മാതൃഭൂമിയും ഒക്കെയാണോ ഈ പറയുന്ന കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇത്ര കരയുന്നത്? നിങ്ങളുടെ വീട്ടിലൊന്നുമല്ലല്ലോ ആരും രാഹുൽ മാങ്കൂട്ടം കയറി വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? രാഹുൽ ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണാടിയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെയാണ്. നിങ്ങൾക്ക് എന്താണ് ഇത്ര കുരുപൊട്ടാനുള്ള കാരണം? ഇനി നിങ്ങൾ പറയുന്ന ലൈംഗികാരോപണം, ഈ ലൈംഗികാരോപണം ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. ഓക്കെ, ഇതുപോലത്തെ മറ്റൊരു വ്യക്തിയാണ് M മുകേഷ്. അതുപോലത്തെ മറ്റൊരു വ്യക്തിയാണ് വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളി. ഈ 3 പേരുടെ കാര്യങ്ങൾ എന്ന് എടുത്ത് പരിശോധിക്കാം. ഈ പരാതികൾ അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നതിൽ മുകേഷിനെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോ എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? മുകേഷിനെ കാണാനുണ്ടായോ? പിന്നെ മുകേഷ് ഒളിവിൽ പോയില്ലേ? അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണം നടന്നിട്ട് എവിടെയെങ്കിലും മുകേഷിനെ കണ്ടെത്താൻ കഴിഞ്ഞോ? ഒളിവിൽ പോയ മുകേഷ് ഹൈക്കോടതിയെ സമീപിച്ചില്ലേ? മുൻകൂർ ജാമ്യം വേണമെന്ന്, ആന്റിസിപ്പേറ്ററി ബെയിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുകേഷ് ഹൈക്കോടതിയെ സമീപിച്ചില്ലേ? ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയതിൽ പിന്നെയല്ലേ, അതിനുശേഷമല്ലേ മുകേഷ് രംഗപ്രവേശനം നടത്തുന്നത്? എന്നിട്ടല്ലേ മുകേഷ് അന്വേഷണ ഉദ്യോഗസ്ഥരെ കാണാനെത്തുന്നത്? ആ മുകേഷിനെ അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തില്ലേ? ആ മുകേഷിന് മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് മാത്രമല്ലേ അന്വേഷണ ഉദ്യോഗസ്ഥർ മുകേഷിനെ വിട്ടയച്ചത്? ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇനി ഈ പറയുന്ന വേടന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? വേടന്റെ കാര്യത്തിൽ ഇതുപോലെ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോ വേടൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല വിവരങ്ങളുണ്ടായോ? നിങ്ങൾ തന്നെയല്ലേ പല ആവർത്തി വേടൻ കേരളത്തിന് പുറത്താണ്, മറ്റു ചിലർ വേടൻ ഇന്ത്യ തന്നെ വിട്ടു, രാജ്യം വിട്ടു, വേടൻ ലണ്ടനിലാണുള്ളത്, ഇത്തരത്തിൽ വാർത്തകൾ നിങ്ങൾ തന്നെ വാർത്തകൾ നൽകിയില്ലേ? വേടൻ എന്താണ് ചെയ്തത്? വേടൻ ഒളിവിൽ പോയിക്കൊണ്ട് ഈ പറയുന്ന ഹൈക്കോടതിയിൽ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി.
ഹൈക്കോടതിയിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നു. അവസാനം വേടന് മുൻകൂർ ജാമ്യം ഈ പറയുന്ന കോടതി നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ വേടൻ പുറത്തു വന്നു. വേടൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി. അവർ അറസ്റ്റ് ചെയ്തു, വേടനെ വിട്ടു. കാരണം മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, വിടുന്നു, ജാമ്യത്തിൽ വിടുന്നു. ഇതല്ലേ സംഭവിച്ചത്. ഇനി രാഹുലിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രാഹുലിനെതിരെ ആരോപണങ്ങൾ ഓഗസ്റ്റ് 20 ആരോപണങ്ങൾ ഉയരുന്നു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 3 മാസക്കാലമാകുന്നു ഈ ആരോപണങ്ങൾ ഉയർന്നിട്ട്. ഇന്ന് ഈ നിമിഷം വരെ രാഹുൽ എവിടെയെങ്കിലും ഒളിവിൽ പോയോ? രാഹുൽ ഏതെങ്കിലും കോടതിയെ സമീപിച്ചോ എനിക്ക് മുൻകൂർ ജാമ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട്? രാഹുലിനെ ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ ഹാജരാവാൻ വേണ്ടി എവിടെയെങ്കിലും നോട്ടീസ് അയക്കുകയോ ഒരു ഫോൺ കോൾ കൊണ്ടെങ്കിലും രാഹുലിനെ വിളിച്ച് ചോദിച്ചോ ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ? ഒന്നും ചെയ്തിട്ടില്ല. രാഹുൽ ഇത്രയും കാലം കുറച്ച് ദിവസം അടൂരിലെ വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാഹുൽ പാലക്കാട്ടുണ്ട്, പൊതുരംഗത്തുണ്ട്. രാഹുൽ എവിടെയും ഒളിവിൽ പോയിട്ടില്ല. പിന്നെയും ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തി എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? എന്താണ് ആ ആരോപണങ്ങളുടെ സത്യാവസ്ഥ? ആരോപണങ്ങളുടെ സത്യാവസ്ഥ എന്താണ്? ആരോപണങ്ങൾ ഉയരുമ്പോഴേക്കും ഒരാളെ ഇത്രയധികം വേട്ടയാടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ ആരോപണങ്ങൾക്ക് വല്ല കഴമ്പും ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന അന്വേഷണ സംഘം രാഹുലിനെ വിളിച്ച് ഒന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പറയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ പോയില്ലേ? അന്വേഷണ സംഘം ചെന്നൈയിൽ പോയില്ലേ? ഹൈദരാബാദ് പോയില്ലേ? ക്ലിനിക്കുകളും ആശുപത്രികളും കയറി ഇറങ്ങിയില്ലേ? തെളിവുകൾ ശേഖരിക്കാൻ രാഹുലിനെ പൂട്ടാൻ ക്ലിനിക്കുകളും ആശുപത്രികളും കയറി ഇറങ്ങിയില്ലേ? എന്നിട്ടും എന്തേ ഈ ദിവസമായിട്ട് ഇത്രയായിട്ടും രാഹുലിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിക്കാത്തത്? എന്തേ രാഹുലിനെ വിളിച്ച് ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് അറസ്റ്റ് ചെയ്യണ്ടേ? നിങ്ങള് സ്വമേധയാ കേസെടുത്തവർ വെറുതെ സ്വമേധയാ കേസെടുത്തതാണോ? രാഹുലിനെ പൂട്ടണമെന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയ സമ്മർദ്ദങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടായില്ലേ? അവർക്ക് ആഗ്രഹം ഉണ്ടായില്ലേ രാഹുലിനെ പൂട്ടണമെന്ന്? ഒരൊറ്റ ദിവസമെങ്കിലും രാഹുലിനെ അകത്തിടണമെന്ന് ഇവർ ആഗ്രഹിച്ചില്ലേ? എന്നിട്ടും എന്തേ രാഹുലിനെതിരെ വിരലനക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്? എന്നിട്ട് ഈ പറയുന്ന മാധ്യമങ്ങൾ എന്ന് പറയുന്ന നാറികൾ എന്തിനാണ് നിങ്ങൾ ഈ വേട്ടയാടൽ? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അയാളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഈ കുരുപൊട്ടൽ? എന്താണ് നിങ്ങളുടെ അസ്വസ്ഥത? നിങ്ങളുടെ ക്രിമികടി എന്താണ്? നിങ്ങൾ ഇത്ര രോഷാകുലരാകുന്നത്, അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് നിങ്ങളുടെ താല്പര്യങ്ങൾ ഇതിൽ? ഇന്നലെ ശ്രീനാദേവി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് സാങ്കല്പിക ഇരയാക്കാൻ വേണ്ടി എന്നെ സമീപിച്ചത് റിപ്പോർട്ടർ TV ആണെന്ന്. ഓക്കെ, റിപ്പോർട്ടർ TVയുടെ അജണ്ടകൾ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ബാക്കിയുള്ളവർക്ക് എന്താണ് ഇത്ര അസഹിഷ്ണുത? നിങ്ങൾക്കും താല്പര്യമുണ്ടോ രാഹുലിനെ പൂട്ടാൻ? ശരി, അപ്പൊ നിങ്ങളെല്ലാവരും ഒരു പരാതി കൊടുക്കുക. ആ പരാതികളിൽ നിങ്ങളുടെ കൈവശം അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പുകൾ, സ്ക്രീൻഷോട്ടുകൾ അതൊക്കെ നിങ്ങൾ സമർപ്പിക്കുക. എന്നിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് നിങ്ങൾ ആവശ്യപ്പെടണം, നിങ്ങൾ ഈ സമർപ്പിച്ചിരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളും ഈ സ്ക്രീൻഷോട്ടുകളും വെച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്താൻ നിങ്ങൾ ആവശ്യപ്പെടണം. അതല്ലേ വേണ്ടത്? ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ വീണ്ടും ലൈംഗികാരോപണങ്ങൾ നടത്തിയതിന്റെ ഈ പറയുന്ന പല ആളുകൾക്ക് നേരെയും ഇത്തരത്തിൽ ആരോപണങ്ങൾ വന്നപ്പോൾ അവർ ചെയ്ത പ്രവൃത്തിയും രാഹുൽ ചെയ്ത പ്രവൃത്തിയും തമ്മിൽ വലിയ അന്തരമില്ലേ? എന്തേ രാഹുൽ ഒരിക്കൽ പോലും ഒരു ഒളിവിലേക്ക് പോവാതെ അല്ലെങ്കിൽ രാഹുൽ ഒരു മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇത്രയൊക്കെ തെളിവുകൾ ഹാജരാക്കിയിട്ടും അല്ലെ, ഇത്രയൊക്കെ തെളിവുകൾ നിങ്ങൾ ഹാജരാക്കിയിട്ടും എന്തേ രാഹുൽ ഒരു മുൻകൂർ ജാമ്യത്തിന്? അങ്ങനെയുണ്ടല്ലോ, ഒരു മനുഷ്യന് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ ആദ്യം അയാൾ ഒരു മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും. എന്തേ രാഹുൽ അതിന് തയ്യാറായിട്ടില്ല? പിന്നെ എന്താണ് നിങ്ങളുടെ ഇതിലുള്ള ഒരു ഇൻട്രസ്റ്റ്? എന്താണ് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് നിങ്ങൾ എല്ലാവരും കാണിക്കുന്നുണ്ടല്ലോ, ഈ സോ കോൾഡ് മാധ്യമ പ്രവർത്തകർ. ഞാൻ ഇവറ്റകളെ മാധ്യമ പ്രവർത്തകർ എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സോ കോൾഡ് മാധ്യമ പ്രവർത്തകർ. അവരാണത് അവകാശപ്പെടുന്നത്. ഞാൻ ഒരിക്കലും ഇവർ മാധ്യമ പ്രവർത്തകരാണെന്ന് സമ്മതിച്ചു കൊടുക്കുകയില്ല. അപ്പോ എന്താണ് നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ്? രാഹുൽ കോൺഗ്രസിന്റെ വേദിയിൽ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന വേദിയിൽ, അതിന്റെ മുൻനിരയിൽ രാഹുൽ ഉണ്ടായാൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ കഴപ്പ്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ എന്തിനാണ് ഇത്ര അസ്വസ്ഥരാകുന്നത്?
രാഹുൽ ഇനിയും ഉണ്ടാകും വേദിയിൽ. നിങ്ങൾ ഒരു കാര്യം ഓർത്തോളൂ, CPM ഭരിക്കുന്ന കണ്ണാടി അത് പിടിച്ചെടുക്കാൻ തന്നെയാണ് രാഹുലിന്റെ തീരുമാനം. അതുകൊണ്ട് രാഹുലിന്റെ സജീവമായ ഇടപെടലുകൾ അവിടങ്ങളിലൊക്കെ ഉണ്ടാകും. അത് കണ്ണാടിയിൽ മാത്രമല്ല, പിരായിരിയിൽ ഉണ്ടാകും, നഗരസഭയിൽ ഉണ്ടാകും. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ വലിയ അസ്വസ്ഥതയുണ്ട്, എനിക്ക് മനസ്സിലാവും. കാരണം രാഹുലിന്റെ സ്വാധീനം ഈ പറയുന്ന നഗരസഭയിലും കണ്ണാടിയിലും പിരായിരിയിലും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അതിന്റെ വിധിയെ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധിയെ വല്ലാതെ സ്വാധീനിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനു പുറത്താണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കരച്ചിലുകൾ നടത്തുന്നത്, നിങ്ങളുടെ ക്രിമികടികൾ. കാരണം രാഹുൽ ഉണ്ടാവരുത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കളത്തിൽ രാഹുൽ ഉണ്ടാവരുത് എന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എഫക്റ്റുകൾ, അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കോൺഗ്രസിന്റെ ഭരണത്തിലേക്ക് കയറുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാനേ വയ്യ. അതുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ സ്വാധീനം വലിയ ഘടകമായി മാറുമെന്നുള്ള ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ രാഹുലിനെതിരെ ഇങ്ങനെ പേപ്പട്ടി കുരക്കും പോലെ കുരച്ചുകൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. ആ ബോധ്യം നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. കാരണം പലതും നിങ്ങളുടെ ബോധ്യത്തിൽ, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണുന്നത് നിങ്ങളെ വേട്ടയാടുന്നു. കാരണം രാഹുൽ ഒരിക്കലും തിരിച്ചെത്തരുത്, അയാൾ പാലക്കാടിന്റെ MLA ആയിട്ട് ഉണ്ടാവരുതെന്ന് നിങ്ങൾ ആഗ്രഹിച്ചതാ. പക്ഷേ MLA ആയിട്ട് തുടർന്നു എന്ന് മാത്രമല്ല, പാലക്കാട് തിരിച്ചെത്തിയ രാഹുലിനെ നിങ്ങൾക്ക് തടയാൻ കഴിഞ്ഞില്ല. വലിയ ഒരു ജനസമ്മതിയുള്ള നേതാവായി അയാൾ അങ്ങനെ വളർന്ന് പന്തലിക്കുന്നതാണ് നിങ്ങൾ പാലക്കാട് കാണുന്നത്. ആ കാഴ്ചകൾ നിങ്ങളെ വല്ലാതെ വേദനിക്കുന്നുണ്ട് എന്നുണ്ട് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല രാഹുൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളുടെ വേട്ടയാടലുകൾ അയാളെ ലെവലേശം എവിടെയും പോർലേൽപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഈ വേട്ടയാടലുകൾ, ഈ മാധ്യമ വിചാരണകൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാഹുലിന് വലിയ ഇന്ധനമായി, ഊർജമായി എന്നുള്ളത് തന്നെയാണ്. ആ വലിയ ഊർജത്തിൽ നിന്ന് കരുത്താർജിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ തന്റെ മണ്ഡലമായ പാലക്കാട്ട് വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അയാൾ ഇനിയും ഉണ്ടാകും. കണ്ണാടിയിലെയും നഗരസഭയിലെയും പിരായിരിയിലെയും ഒക്കെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായ പ്രക്രിയകളിൽ, പ്രചരണങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് നയിക്കാൻ രാഹുൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട.